കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ പ്രക്ഷോഭം ശക്തം. സമരത്തിന് ഐക്യദാർഢ്യവുമായി ലത്തീൻ സഭ. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം 27 നടത്തുന്ന തീരദേശ ഹർത്താലിനാണ് സഭ പിന്തുണ പ്രഖ്യാപിച്ചത്. സംസ്ഥാന വ്യാപകമായാണ് തീരദേശ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമാകുകയാണ്. ഖനനത്തിനെതിരായ തീരദേശ ഹർത്താലിന് ലത്തീൻ സഭ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ജില്ലകളുടെ തീരദേശത്ത് ഈ മാസം 27 ഹർത്താലിനാണ് ആഹ്വാനം. രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ സാമൂഹ്യ പ്രശ്നമായി ഇതിനെ കാണണമെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ കടലിലെ മണൽ ഖനനത്തിന് തടസ്സമായി നിന്ന നിയമങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, 1-2 വർഷങ്ങളായി വേണ്ടത്ര ചർച്ച കൂടാതെ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഏകപക്ഷീയമായി മുന്നേറുന്നു എന്നതാണ്. ഈ നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച പാർലമെന്റിൽ പോലും കാര്യമായി നടന്നില്ല എന്നുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് മീഡിയയിലൂടെ ശ്രദ്ധിച്ചതാണ്. അതാണ് സ്ഥിതി വിശേഷം. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംഘടനകൾ, ബോട്ടുടമകൾ, പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾ, വിവിധ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ തുടങ്ങിയവയെല്ലാം സമരത്തിന്റെ ഭാഗമാകും. മാർച്ച് 12-നാണ് സംയുക്ത സമരസമിതി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.